ഗുഡ് ഈവനിങ് ഓൾ. ബഹുമാനപ്പെട്ട നസറുദ്ദീൻ സാർ, ഷാന മാം, പ്രിയപ്പെട്ട ഈ ഒരു ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഫോക്കസ് അക്കാഡമിയുടെ നെറ്റ് JRF പഠിതാക്കളെ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്ത കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവരും ഇനിയും കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ. ഏതൊരു കോഴ്സിൻ്റെയും വിജയത്തിന് പിന്നിൽ നമുക്കറിയാം പരിശ്രമങ്ങളുണ്ട്, അധ്വാനങ്ങളുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം രണ്ട് കാര്യങ്ങളാണ്. അറിയുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും. ഒന്ന്, നമ്മുടെ ഏതാണോ കോമ്പറ്റേറ്റീവ് എക്സാം അതിൻ്റെ സിലബസ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളതും നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഒരു കോച്ചിങ് തിരഞ്ഞെടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് സിലബസിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമുക്കറിയാം ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇൻഷാല്ല തൊട്ടടുത്ത് വരുന്ന സംസാരങ്ങളിൽ വരുന്നതായിരിക്കും. ഷാന മാം, അതുപോലെ തന്നെ നസറുദ്ദീൻ സാറ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഇന്നത്തെ സെഷനിലൂടെ എന്താണ് നമ്മുടെ ഈ ഒരു 20+ ഡേയ്സിലൂടെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓറിയന്റേഷൻ, അതിലപ്പുറം ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ ഈ സെഷൻ ഉപയോഗപ്പെടുത്തണം. അതോടുകൂടെ എങ്ങനെയായിരുന്നാലും നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ തുടർന്നാലും ഇല്ലെങ്കിലും കൃത്യമായി നമ്മുടെ ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം സബ്ജക്റ്റ് നമ്മൾ മിക്കവാറും വ്യത്യസ്ത ഏരിയ നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ജനറൽ പേപ്പർ പലപ്പോഴും പലരും അത്ര തന്നെ ടച്ച് ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത. അതൊന്നുകിൽ നമ്മൾ പഠിച്ച കുറച്ച് വിഷയങ്ങൾ സ്കൂൾ തലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ ഉണ്ടാവും. കൂടുതലും നമ്മൾ പുതിയതായി പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അറബിക് ലാംഗ്വേജ് തിരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനറൽ പേപ്പറിന്റെ പല ഭാഗങ്ങളും നമ്മൾ പുതുതായി പഠിക്കേണ്ടതാണ്. അതിൽ തന്നെ നമ്മൾ പഠിച്ച കുറച്ച് ഏരിയയാണ് ഈ ഒരു മാത്തമാറ്റിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഭാഗമായിട്ടുള്ള ചെറിയ മാത്തമാറ്റിക്സ് ഭാഗങ്ങളൊക്കെ. പക്ഷെ അവയും പലപ്പോഴും നമ്മുടെ ജീവിതവുമായി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇത്രയും വർഷം നമ്മളെടുത്ത ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ ആയി ബന്ധമില്ലാത്ത ഏരിയയാണ്. അപ്പോൾ നമുക്കത് അതിൻ്റെ ബേസിക് വിഷയങ്ങൾ തന്നെ പഠിക്കാത്തത് കൊണ്ട് പലപ്പോഴും പ്രോബ്ലം നേരിട്ട് ചെയ്യുക എന്നുള്ളിടത്ത് നമ്മൾ പരാജയപ്പെടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ലെവലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. അപ്പോൾ അതുകൂടെ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും നിങ്ങൾ കൃത്യമായിട്ട് ഒരു 20 അല്ലെങ്കിൽ 20-ലധികം ദിവസങ്ങളിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാനും, പിന്നെ നിങ്ങളുടേതായ നമ്മളൊരു വിഷയം നേടിക്കഴിഞ്ഞാൽ അതിലപ്പുറം നമ്മുടേതായ പരിശ്രമം കൂടി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് പെട്ടെന്ന് നടന്നു നീങ്ങാൻ സാധിക്കുക. ആ അർത്ഥത്തിൽ എല്ലാവരും ഈ കോഴ്സ് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു സെഷൻ ഇതിൽ നമുക്ക് പേപ്പർ പ്രസന്റ് ചെയ്യുന്നത് ഈ ഒരു 3 പേപ്പറിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഫോക്കസിലെ തന്നെ ഫാക്കൽറ്റി കൂടിയായിട്ടുള്ള ഷാന മാമാണ്. മാമിനെ എല്ലാവർക്കും പരിചയമുണ്ടാവും. മാമിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ അറബിക് സബ്ജക്റ്റിൽ JRF ഹോൾഡർ കൂടിയായിട്ടുള്ള അതോടൊപ്പം നമുക്ക് വ്യത്യസ്ത വിഷയങ്ങൾ ക്ലാസ് എടുത്തു തരുന്ന ഫോക്കസിന്റെ അഡ്മിൻ കൂടിയായിട്ടുള്ള നസറുദ്ദീൻ സാറാണ്. സാറിനെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു
കോഴ്സിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ഇബ്രാഹിം സാറ് നമ്മുടെ കൂടെയുണ്ട്. സാറിനെയും എല്ലാവർക്കും വേണ്ടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാറ്റിലും ഉപരി ഈ ഒരു കോഴ്സിൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. ഗുഡ് ഈവനിങ് എവ്രിവൺ. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഈ 3 ടോപ്പിക്കിലേക്ക് നേരിട്ട് പോവാതെ ജസ്റ്റ് നെറ്റിന്റെ ടോട്ടൽ ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. 10 മൊഡ്യൂൾസ് ആണുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്യുവാണ്. ഫസ്റ്റ് ടീച്ചിങ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ICT ഉണ്ട്, DI ഉണ്ട്, പിന്നെ ലോജിക്കൽ റീസണിങ് ഉണ്ട്, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇങ്ങനെ ഇത്രയും പിന്നെ അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇങ്ങനെ 10 ടോപ്പിക് അടങ്ങുന്നതാണ് നമ്മുടെ ജനറൽ പേപ്പറിന്റെ സിലബസ് എന്ന് പറയുന്നത്. പൊതുവെ എല്ലാവരും മാറ്റിവെക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടാവും. അതായത് അത് പഠിച്ചിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടില്ല, നോക്കിയിട്ട് കാര്യമില്ല, പോട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന കുറച്ച് ടോപ്പിക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. DI, മാത്സ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്. കാരണം ഇത് കാണുമ്പോൾ നമ്മൾ ചിലർക്കെങ്കിലും ഇതെനിക്ക് കിട്ടില്ല, അത് ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, ഇത് പോട്ടെ, ഇത് എന്തെങ്കിലും ആവട്ടെ, ഞാനത് പഠിക്കുന്നില്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ച ടോപ്പിക് ആയിരിക്കും പലരുടെയും. പ്രത്യേകിച്ച് ഇന്ത്യൻ ലോജിക് ഒക്കെ വന്നപ്പോഴത്തേക്കും ലോജിക്കൽ റീസണിങ് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടോപ്പിക്കായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇതിന്റെ ലോജിക്കൽ ഇക്വലന്റ് ഏതാണ്, ഓൾ മെൻ ആർ മോർട്ടൽ, സം മെൻ ആർ മോർട്ടൽ, ഇതൊക്കെ എന്താണ് സംഭവം, ഇതൊന്നും അറിയാത്തത് കൊണ്ട്. എന്നാൽ ഇത് ചെറിയൊരു സംഭവമാണ്. അതായത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങിന് എന്താണെങ്കിലും 2 or 3 ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും ചോദിക്കാറുണ്ട്. പിന്നെ DIയുടെ കേസിൽ നിങ്ങൾക്ക് അറിയാം, എന്താണെങ്കിലും 5 ചോദ്യങ്ങൾ വരും. അപ്പൊ ആ 5 ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടണം എന്ന്. അതായത് 5 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 10 മാർക്കാ. നമ്മളിത് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ ലീവ് ചെയ്യുന്ന മാർക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് നെറ്റും JRF ഒക്കെ നേടിത്തരുന്നത്. അപ്പൊ നമുക്ക് 1 മാർക്കും കളയാനില്ല. അതായത് നമുക്ക് കളയാനുള്ള മാർക്ക് എന്ന് പറയുന്നത് എങ്ങനത്തതാണ്, അത് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, നമ്മൾ എത്ര പഠിച്ചാലും ചില സംഭവങ്ങളൊക്കെ ഔട്ട് ഓഫ് ദി സിലബസ് ഒക്കെ ആയിട്ട്, അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ നെറ്റിന് വരാറുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ റിസൾട്ടിനെ അത്രയധികം ബാധിക്കാൻ സാധ്യതയില്ല. കാരണം അത് നിങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം, നിങ്ങൾക്ക് ഇത് അതിന്റെ ടെക്നിക്ക് അറിയാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ആ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് നഷ്ടപ്പെടാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നെറ്റ് അഷ്യൂറിറ്റി കിട്ടാൻ നമുക്ക് നിർബന്ധമായിട്ടും കവർ ചെയ്തിരിക്കേണ്ട 3 ടോപ്പിക്കാണ് സത്യം പറഞ്ഞാല് ഈ DIയും മാത്തമെറ്റിക്കൽ റീസണിങ്ങും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും. അപ്പൊ ഇത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ഒരു ഏരിയ, അതായത് ഒരു ചെറിയ ലോജിക്കേ ഉള്ളൂ. അത് നമ്മൾ അങ്ങനെ ഭയങ്കര ചിലർക്കെങ്കിലും ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുന്ന ആളുകളാണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുന്ന ആളുകൾക്ക് പൊതുവെ മാത്തമെറ്റിക്കൽ സ്കില്ല് കുറവായിരിക്കും എന്നാണ് പറയുക. പക്ഷെ അതിന്റെ അർത്ഥം ലാംഗ്വേജ് പഠിക്കുന്ന ആളുകൾക്ക് കണക്ക് കൂട്ടാനേ പറ്റില്ല എന്നുള്ള സാധനമൊന്നും ഇല്ല. അതായത് ഭയങ്കര ഹൈ ലെവൽ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒന്നും ഒരിക്കലും നെറ്റിന് ചോദിക്കുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഒരാള് 10 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു, 5 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 10 രൂപയ്ക്ക് ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അയാളുടെ ലാഭം നഷ്ടം, അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് ആ ലോജിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് അതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ലോജിക്കൽ റീസണിങ്ങിൽ എഗെയിൻ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. DIയും മാത്സും ഏകദേശം ഒരേ പാറ്റേണിൽ പോകുന്നതാണ്. അപ്പൊ ഞാൻ ഇതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് ആദ്യം പറയാം, എന്നിട്ട് ചോദ്യത്തിലേക്ക് പോവാം. അതായത് ഇപ്പൊ മാത്സിനും DIക്കും കൂടെ ആയിട്ട് നിങ്ങൾ ഒറ്റ തിയറി പഠിച്ചാൽ മതി. തിയറി ഇൻ ദ സെൻസ് നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതായത് മെയിൻ ആയിട്ട് DIയിലും മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിലും ചോദിക്കുന്ന ഏരിയകൾ ഒന്ന് ആവറേജ് ആണ്. ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം 10 പേരുള്ള ഒരു ക്ലാസ്, ആ ക്ലാസ്സിനകത്ത് കുട്ടികളുടെ വെയിറ്റ് ഇത്ര, ചിലപ്പോൾ ആവറേജ് വെയിറ്റ് തരും. 10 പേരുള്ള
ഒരു ക്ലാസ്സിന്റെ ആവറേജ് വെയിറ്റ് 9 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. അപ്പോ ടീച്ചറും കൂടെ വന്നു കഴിയുമ്പോൾ ആവറേജ് 11 ആവും എന്ന് വിചാരിച്ചോ. ആവറേജ് 11 അല്ലെങ്കിൽ 12 എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ടീച്ചറിന്റെ വെയിറ്റ് എത്രയാണ്? അപ്പൊ ഇത് നമുക്ക് എളുപ്പമാണ്. അതായത് നമ്മൾ ഈ ചില സമയത്ത് നമ്മൾ വെയിറ്റ് നോക്കുന്ന സമയത്തെ, അതായത് ഇപ്പം അരി ഇട്ടിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് നമ്മൾ അരി ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് എടുത്തു. അപ്പൊ കൊട്ടയുടെയും അരിയുടെയും കൂടെ വെയിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ കൊട്ടയുടെ വെയിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊട്ടയിൽ നിന്ന് അരി മാറ്റിയിട്ട് ആ വെയിങ് മെഷീനിലേക്ക് അത് ഇടുക. എന്നിട്ട് അരിയുടെ വെയിറ്റ് സെപ്പറേറ്റ് മെഷർ ചെയ്യുക. എന്നിട്ട് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ കൊട്ടയോടെ വെച്ചത് അരി, അതിൽ നിന്ന് ഈ അരിയുടെ വെയിറ്റ് മാത്രം മൈനസ് ചെയ്താൽ നമുക്ക് കൊട്ടയുടെ വെയിറ്റ് കിട്ടില്ലേ? ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന ലോജിക്കാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണ്. അവരുടെ ആവറേജ് ആണ് പറഞ്ഞിട്ടുള്ളത് 9 അതായത് അപ്പൊ അവരുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 10 പേരുള്ള കുട്ടികളുടെ ആവറേജ് 9 പറഞ്ഞേക്കുന്നത്. അപ്പൊ ആവറേജ് 9 എന്ന് പറയുമ്പോൾ അവരുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? അതായത് നമുക്കറിയാം ആവറേജ് ഇസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതായത് ഇപ്പം 100 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 900 കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മൾ 9 കിട്ടണം എന്നുണ്ടെങ്കിൽ 90 വരണം അല്ലെ? അപ്പൊ 90 ആണ് ടോട്ടൽ വെയിറ്റ്. അതേ ഡിവൈഡഡ് ബൈ 10 കുട്ടികളാണല്ലോ. അപ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുന്നത്? 9 ആവറേജ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചാലോചിക്കാം. ടോട്ടൽ വെയിറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആവറേജിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ആ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആവറേജിന്റെ ഇക്വേഷൻ ഇത്രയാണ്. ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ ഓരോരുത്തരുടെയും വെയിറ്റ് ആഡ് ചെയ്തത്. ഇപ്പൊ ഒരു കുട്ടിയുടെ വെയിറ്റ് 10, ഒരു കുട്ടിയുടെ വെയിറ്റ് 20, ഒരു കുട്ടിയുടെ വെയിറ്റ് 30, ഇതെല്ലാം ആഡ് ചെയ്യുക. 10 കുട്ടികളുടെ വെയിറ്റ് ആഡ് ചെയ്യും. എന്നിട്ട് അതേ ഡിവൈഡഡ് 10 ആയിരിക്കുമല്ലോ എന്ത്? 10 കുട്ടികളാകുമ്പോൾ അതേ ഡിവൈഡഡ് ബൈ 10 ആയിരിക്കുമല്ലോ എന്ത്? ആവറേജ് എന്ന് പറയുന്നത്. അപ്പോ നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? ആവറേജും തന്നിട്ടുണ്ട്, എത്ര കുട്ടികൾ ഉണ്ടെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഇവിടുത്തെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ? ആവറേജ് 9 തന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ വെയിറ്റ് എത്രയാന്ന് നമുക്കറിയില്ല. എത്ര കുട്ടികളുണ്ട്? 10. അപ്പൊ ടോട്ടൽ വെയിറ്റ് എന്തായിരിക്കും? ഈ താഴെയല്ലേ 10 വരുന്നത്, ഡിവൈഡഡ് ബൈ 10 അല്ലേ? അപ്പൊ അതിനെ ഈക്വേഷന്റെ ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ അതെന്താവും? ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. എപ്പോഴും നമ്മൾ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് ഇടുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആവും. അപ്പൊ ഡിവിഷൻ ആണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ആവും, പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആവും. അപ്പൊ ഇവിടെ നമുക്ക് ആവറേജ് 9, ടോട്ടൽ വെയിറ്റ് നമുക്ക് അറിയില്ല, എത്ര കുട്ടികളുണ്ട്? 10 ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആവറേജ് 9, ഇത് നമുക്ക് അറിയില്ല, താഴെ 10. അപ്പൊ ഈ 10 ഇൻറ്റു 9 90 ആയിരിക്കും ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? ഇനി ഒരു ടീച്ചറും കൂടെ വന്നു. അപ്പൊ ഇപ്പൊ നമ്പർ എത്രയായി? ഇനി താഴെ നമ്മൾ 10 എന്നാണ് എഴുതുക, 11 എന്നാണ് എഴുതുക. അപ്പൊ ഒരു ടീച്ചറും കൂടെ കൂടി ഇപ്പോ 11 നമ്പർ. ഇനി ടീച്ചർ കൂടി കഴിയുമ്പോൾ ആവറേജ് എന്തായെന്നാണ് പറയുന്നത്? 12 ആയെന്ന്. അപ്പൊ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? ഈ 12 ഇൻറ്റു 11 അല്ലെ? ടോട്ടൽ വെയിറ്റ് ടീച്ചറും കൂടെ കൂടുമ്പോഴുള്ള ടോട്ടൽ വെയിറ്റ്. അപ്പൊ 12 ഇൻറ്റു 11 അതായിരിക്കും ടീച്ചറും കൂടെ കൂടുമ്പോഴുള്ള വെയിറ്റ്. ഇനി ടീച്ചറിന്റെ വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ നേരത്തെ മൊത്തം കുട്ടികളുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? മൊത്തം കുട്ടികളുടെ വെയിറ്റ് പ്ലസ് ടീച്ചറിന്റെ വെയിറ്റും കൂടെ കിട്ടി. അപ്പൊ ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിന്റെ വെയിറ്റ് കിട്ടില്ലേ? അപ്പൊ ഇതാണ് ആവറേജിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി പെർസെന്റേജും ഇതുപോലെ തന്നെയാണ്, നമുക്ക് അറിയുന്ന കോൺസെപ്റ്റുകളൊക്കെ തന്നെയാണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇത് ആവറേജ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ആവറേജ് ആണ്, പിന്നെ ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്, പിന്നെ മാത്തമെറ്റിക്കൽ റീസണിങ്ങിലും എസ്പെഷ്യലി പിന്നെ പെർസെന്റേജ് ആണ്, പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ ടൈം ആൻഡ് വർക്ക്. അതായത് ഒരാള് ഇത്ര വർക്ക് ഇത്ര ടൈമിനുള്ളിൽ തീർക്കും, അങ്ങനെയാണെങ്കിൽ ഇത്ര പേര് ഈ സെയിം വർക്ക് എത്ര സമയത്തിനുള്ളിൽ തീർക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ടൈം ആൻഡ് വർക്കിലാണ്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചോദിക്കാറുണ്ട്. അതായത് ഒരു ട്രെയിൻ ഇത്ര സ്പീഡ് പോകുന്നു, അത് ഇത്ര സമയം എടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ സ്പീഡും ഡിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ ടൈം കണ്ടുപിടിക്കാം, ടൈമും ഡിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക്
അത് ഞാനിപ്പോ ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, സ്ക്രീനിൽ കാണിക്കും. ഞാനിപ്പോ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എല്ലാം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഓവറോൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, സ്ക്രീനിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ DI മാത്തമെറ്റിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട തിയറികൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് DIയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ഇയറുകൾ തന്നിട്ടുണ്ട് 2016, 17, 18, 19, 20. അങ്ങനെ 2016 മുതൽ 2020 വരെയുള്ള വർഷങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ ഡിഫറെന്റ് കോഴ്സുകൾ തന്നിട്ടുണ്ട്, BSc, BA, MSc, MA. ഇനി ഓരോ കോഴ്സിന്റെയും അപ്പിയേർഡും ക്വാളിഫൈഡും, അതായത് BScക്ക് എത്ര കുട്ടികൾ അപ്പിയർ ചെയ്തു, എത്ര കുട്ടികൾ ക്വാളിഫൈഡ് ആയി, 2016 BScയിൽ എത്ര കുട്ടികൾ അപ്പിയർ ചെയ്തു, എത്ര കുട്ടികൾ ക്വാളിഫൈഡ് ആയി, ഈ കണക്കാണ് നമുക്ക് ഈ ഒരു കോളത്തിൽ തന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ തന്നിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന ഓരോ വാല്യൂവും തൗസൻഡ്സിലാണെന്ന്. അപ്പൊ നമ്മളിവിടെ 3.4 എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ 3.4 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ആ വാല്യൂ? 3.4 into 1000. മനസ്സിലായോ? അതായത് ഇപ്പം 2016 BScയില് എക്സാമിന് അപ്പിയർ ചെയ്ത കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 3.4 എന്നുള്ളത് എന്താണ്? 3.4 into 1000 ആണ് അല്ലെ? ഇൻ തൗസൻഡ്സ് എന്ന് കൊടുത്തിട്ടില്ലേ ബ്രാക്കറ്റില്? കണ്ടോ? The given table has the number of candidates who appeared and qualified for a university entrance examination in thousands. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ആദ്യം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് into 1000 അങ്ങ് ചെയ്താൽ മതി, ടോട്ടൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. അതായിരിക്കും ഏറ്റവും സൗകര്യം. ഇനി ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പോയിന്റ് ഇട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 1000-ലാണ് ഇത് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ 1000-ലേക്ക് കൺവേർട്ട് ചെയ്യുക? into 1000 ചെയ്താൽ മതി. into 1000 എന്ന് പറയുമ്പോൾ 3 0 ആണ് അല്ലെ? അപ്പൊ 3, 4, 3, 0. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂ ഉണ്ട്? ഒരു വാല്യൂ. അപ്പൊ 0 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇനി എത്ര 0 ഉണ്ടാവും? അതായത് ഒരു 0 കളഞ്ഞാൽ മതി അല്ലെ? അപ്പൊ എത്ര വരും? 3 0 ആണ് 1000-ന്. അതിൽ ഒരു 0 കളയണം, കാരണം എന്താണ്? പോയിന്റ് ഉണ്ടല്ലോ. 3.4 അല്ലേ? അപ്പൊ നമ്മൾ 3.4 into 1000 ചെയ്യുമ്പോൾ 34,000 വരും. എന്നിട്ട് പോയിന്റ് ഉള്ളത് കൊണ്ട് ഒരു പോയിന്റിന് ഇപ്പുറത്ത് ഇടുമ്പോൾ അത് 3400 ആവും. അത് ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു കാൽക്കുലേഷനും കൂടെ ചെയ്യണം, അത് വിട്ടുപോകരുത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. നമ്മൾ ഇതൊക്കെ ചെയ്ത് ശരിയായിട്ട് വരും, അയ്യോ ഇത് എന്താണ് പോയിന്റിന്റെ കണക്കല്ലല്ലോ, കുറെ 0 വരുന്നുണ്ടല്ലോ എന്ന് പെട്ടെന്ന് ചിന്തിക്കും. അപ്പൊ ഈ ബ്രാക്കറ്റിൽ ഇൻ തൗസൻഡ്സ് എന്ന് എഴുതിയത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്കത് കിട്ടാൻ സാധ്യതയില്ല ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡേറ്റ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. Find out the difference between total number of students who qualified for graduate level examination. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ CBT ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി, ചോദ്യം കാണുമല്ലോ, എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് മറ്റേ നമ്മുടെ റഫ് ഷീറ്റിൽ അപ്പൊ തന്നെ എഴുതി വെച്ച് പോവുക. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ മറന്നു പോകും. അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ. എവിടെ? ഗ്രാജുവേറ്റ് ലെവല്, BSc, BA ഗ്രാജുവേറ്റ് ലെവല്. അത് 2016 മുതൽ 2020 വരെയുള്ള BScയിലെയും BAയിലെയും ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ നമ്പർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കിയേ, BScയിലെയും BAയിലെയും ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ നമ്പർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെന്തായിരിക്കും? 1.2, 1.8, 2.1, 2.3, 1.9 ഇതെല്ലാം ആഡ് ചെയ്യുക. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടുമല്ലോ. എന്നിട്ട് അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള BScയിലെ 2016 മുതൽ 2020 വരെയുള്ള കുട്ടികളുടെ എണ്ണം കിട്ടുമല്ലോ. ഇനി ഇത് അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ കിട്ടും. കണ്ടോ? BScയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ 1.2, 1.8, 2.1, 2.3, 1.9. അതെന്താണ്? 9.3 ക്വാളിഫൈഡ് ആയിട്ടുള്ള BScയിലെ കുട്ടികളുടെ 2016 മുതൽ 2020 വരെയുള്ളത്. ഇനി നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഇനി BA നോക്കണം. അപ്പൊ BAയുടെ കോളം നോക്കാം. ഇവിടെ നോക്കിയേ, BAയുടെ കോളം നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം അല്ലേ? ഇതേ BA ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ ഏതൊക്കെയാണ്? 2016 മുതൽ 20 വരെ നോക്കണം. അപ്പൊ ഏതൊക്കെ വരും? BA ആണ്
2016 മുതൽ 20 വരെ ക്വാളിഫൈഡ് ആണ്. അപ്പൊ 2.3, 2.5, 2.8, 2.6, 3.2 ഇതെല്ലാം ആഡ് ചെയ്യണം. അതല്ലേ ഇവിടെ ചെയ്തേക്കുന്നത്. 2.3, 2.5, 2.8, 2.6, 3.2 അതെത്രയാണ്? 13.4. നമുക്ക് BScയിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ നമ്പർ കിട്ടി, BAയിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ നമ്പർ കിട്ടി. ഇനി ഇതിന്റെ രണ്ടിനെ കൂടെ ടോട്ടൽ എടുക്കണ്ടേ? അതെന്തായിരിക്കും? 13.4 പ്ലസ് 9.3 അതെത്രയാണ്? 22.7. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസ് ക്വാളിഫൈഡ് കിട്ടിയല്ലോ. MScയിലെ അടുത്തത് എന്താണ്? ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം എടുക്കണം. അപ്പൊ ഇത് തന്നെ കോളം എടുക്കുക. MScയിലെ ക്വാളിഫൈഡ് ആണ് വേണ്ടത്. MScയിലെ ക്വാളിഫൈഡ് ഏതൊക്കെയാണ്? ആദ്യം MSc എടുക്കണം, MSc മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് MA മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ രണ്ടിനും കൂടെ ആഡ് ചെയ്യണം. അത്രയും ചെയ്താൽ മതി. അപ്പൊ MScയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ ഏതൊക്കെയാണ്? 2016 മുതൽ 2020 വരെ. ആദ്യം MSc എടുക്കുക, ക്വാളിഫൈഡിന്റെ കോളം നോക്കുക, അവിടെ ഏതൊക്കെയാണ്? 1.3, 1.1, 1.2, 1.2, 1.3 ഇത് മുഴുവൻ ആഡ് ചെയ്യുക. ഇനി MAയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള 2016 മുതൽ 20 വരെയുള്ള കുട്ടികളുടെ എണ്ണം എങ്ങനെ എടുക്കും? MA എടുക്കുക, ക്വാളിഫൈഡിന്റെ കോളം എടുക്കുക, നേരെ മുകളിൽ നിന്ന് താഴെ വരെ ആഡ് ചെയ്ത് പോവുക. 2.4, 2.3, 2.5, 2.7, 3.2 ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് MSc MAയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ നമ്പർ കിട്ടില്ലേ? അതല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളത്. MScയിൽ 1.3, 1.1, 1.2, 1.2, 1.3 6.1. MAയിലുള്ളതും കാൽക്കുലേറ്റ് ചെയ്തു. ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ നമ്പർ 13.1. ഇനി അതിന്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് മൊത്തം പോസ്റ്റ് ഗ്രാജുവേഷനിൽ എത്ര കുട്ടികൾ ക്വാളിഫൈഡ് ആയിന്ന്. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ MSc ഉണ്ട്, MA ഉണ്ട്, കണക്കനുസരിച്ച്. അപ്പോ 13.1 പ്ലസ് 6.1 അത് എത്രയാണ്? 19.2. ഇനി അതിന്റെ ഡിഫറൻസാ കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോ ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 22.7ന്റെ കൂടെ 1000 ഇപ്പൊ തന്നെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 0 ഒരു പോയിന്റ് ആയതുകൊണ്ട് 1 0 ഡ്രോപ്പ് ആവും. അപ്പൊ എത്ര വരും? 22.700. അതിന്റെ ഡിഫറൻസ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. മൈനസ് ഇനി എന്താണ്? 19.2 ഇൻറ്റു 1000. 3 0 ഉണ്ടാവും, പോയിന്റ് ഉള്ളത് കൊണ്ട് 1 0 പോവും. അപ്പൊ എത്ര വരും? 19.2 പിന്നെ 2 0. അതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3500 നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ തെറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ആ തൗസൻഡ്സ് എന്നുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പോയിന്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ കിട്ടുക? ഈ തൗസൻഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? 22.7 മൈനസ് 19.2 ചെയ്യും. അത് ചെയ്തു വെക്കുമ്പോൾ എത്ര കിട്ടും? ഒരു എത്ര കിട്ടും? 3.5 കിട്ടും അല്ലെ? 3.5 എന്ന് പറയുന്ന ആൻസർ ഇല്ല ഓപ്ഷനിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചെയ്തതിൽ എന്തോ തെറ്റ് പറ്റി, നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല, എന്തെങ്കിലും കറക്കി കുത്തി ലാസ്റ്റ് എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അത് തെറ്റിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് CBTയിൽ നമ്മൾ ഈ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ് നമ്മൾ പേപ്പറിൽ ചെയ്യുന്ന പോലത്തെ സുഖം എന്താണെങ്കിലും നമ്മൾ DI ചെയ്യുമ്പോൾ നമുക്ക് CBTയിൽ കിട്ടില്ല. അപ്പൊ നിങ്ങൾ അവിടെ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, ചോദ്യം നോക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതി വെക്കുക. അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വാളിഫൈഡ്, BSc ക്വാളിഫൈഡ് 2016 to 20 എന്ന് ബ്രാക്കറ്റിൽ അങ്ങ് എഴുതി വെക്കുക. അത് എഴുതാൻ അത്ര സമയമൊന്നും വേണ്ട. എന്നിട്ട് അതങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് പോവാ. പിന്നെ BA ക്വാളിഫൈഡ് 2016, 2020 അത് മുഴുവൻ എഴുതി വെക്കുക. എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്ത് വെക്കുക. ഇനി MSc ക്വാളിഫൈഡ് മുഴുവൻ എഴുതി വെക്കുക, MA ക്വാളിഫൈഡ് മുഴുവൻ എഴുതി വെക്കുക, അത് രണ്ടും ആഡ് ചെയ്യുക. ഇനി ഇതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു. ഈ തന്നിരിക്കുന്ന സംഖ്യ എന്താണ്? 1000ങ്ങളിലാണെന്ന് പറഞ്ഞു. അപ്പൊ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിന്റെ ഡിഫറൻസ് കണ്ടു, നമുക്ക് ആൻസർ ആയി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. അത്രയും സമയം മതി ശരിക്കും. പെട്ടെന്ന് ചെയ്യാം, കാൽക്കുലേഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി ഈ സെയിം കോളത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തേണ്ട അടുത്തൊരു ചോദ്യമാണ്. നോക്കാം. നോൺ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെയാണ് കണ്ടെത്തേണ്ടത്. നോൺ ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കോളം ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പിയേർഡും ഉണ്ട്, ക്വാളിഫൈഡും ഉണ്ട്, നോൺ ക്വാളിഫൈഡ് ഇല്ലല്ലോ. അപ്പൊ ഈ നോൺ ക്വാളിഫൈഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് എത്ര പേര് എഴുതിയിട്ടുണ്ട്, എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ക്വാളിഫൈഡ് ആവാത്തവരെന്തായിരിക്കും? ഈ അപ്പിയേർഡിൽ നിന്ന് ക്വാളിഫൈഡിനെ മൈനസ് ചെയ്താൽ പോരെ അല്ലേ? എത്ര പേര് അപ്പിയർ ചെയ്തു, എത്ര പേര് ക്ലിയർ ചെയ്തു. അപ്പൊ ക്ലിയർ ചെയ്യാത്തവർ എത്രയായിരിക്കും? ടോട്ടൽ അപ്പിയർ ചെയ്ത ആളുകൾ മൈനസ് ക്ലിയർ ചെയ്ത ആളുകൾ.
അപ്പൊ നോൺ ക്വാളിഫൈഡ് എങ്ങനെ കണ്ടെത്തുന്നതെന്ന് മനസ്സിലായി. ഇനി അപ്പൊ നോൺ ക്വാളിഫൈഡ് എന്ന് എഴുതി വെക്കുക, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇനി ഏത് ഇയർ ആണ്? 2018, 19. 2018 19 കണക്കാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ കോളം എടുക്കുമ്പോൾ 2018 19 മാത്രം നോക്കുക. ഇനി ഏതൊക്കെ കോഴ്സുകളാ വേണ്ടത്? എല്ലാ കോഴ്സുകളുടെയും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കോളത്തിലേക്ക് പോവും. നമുക്കറിയാം എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. 2018 19 ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ, നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ കണക്കാണ് നമുക്ക് വേണ്ടത്. നോക്കാം. 2018 19 2018 19 നോക്കാം. അപ്പൊ BSc ആദ്യം നോക്കുക. എത്രയായിരിക്കും? 4.2 മൈനസ് 2.1. ഒരു വാല്യൂ കിട്ടൂലോ, അതവിടെ എഴുതുക. ഇനി 2018 BA നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ എന്തായിരിക്കും? 7.2 മൈനസ് 2.8. ഒരു നമ്പർ കിട്ടൂലോ, അതവിടെ എഴുതി വെക്കുക. ഇനി MSc നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ 2018 2.2 മൈനസ് 1.2. ഇനി MA നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ 2018 4.6 മൈനസ് 2.5. ഇപ്പോ 2018 നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളുടെ നമ്പർ നമുക്ക് കിട്ടി. 2019 നോക്കാം. നോൺ ക്വാളിഫൈഡ് ആദ്യം നമ്മൾ BSc നോക്കും. എന്താണ് 2019 BSc നോൺ ക്വാളിഫൈഡ് എങ്ങനെ കണ്ടെത്തും? 4.8 മൈനസ് 2.3. ഇനി ഞാൻ ചോദിക്കട്ടെ, 2019 BA നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെ കണ്ടെത്തും? BA 2019 നോൺ ക്വാളിഫൈഡ് 6.8 മൈനസ് 2.6. ഞാൻ അതിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചോദിച്ചാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ജസ്റ്റ് തോന്നിയതുകൊണ്ട് ചോദിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയ സംഭവം. ഇനി 2019 MSc നോൺ ക്വാളിഫൈഡ് എങ്ങനെ കണ്ടെത്തും? 2.5 മൈനസ് 1.2. MA 4.9 മൈനസ് 2.7. അപ്പൊ ഇതൊക്കെ കിട്ടിയല്ലോ. ഈ കിട്ടിയതിനെ മൈനസ് ചെയ്ത് വെച്ചതിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോൺ ക്വാളിഫൈഡ് സ്റ്റുഡൻസ് 2018 4.2 മൈനസ് 2.1 കണ്ടോ? ഓരോന്നിന്റെ വാല്യൂ കിട്ടി. ഇനി അതിന്റെ ടോട്ടൽ അങ്ങ് ചെയ്തു വെച്ചു. അത് എത്രയാണ്? 2.1 4.4 1 2.1. അതിന് മുഴുവൻ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9.6 കിട്ടും. ഇത് 2018 നോൺ ക്വാളിഫൈഡ് സ്റ്റുഡൻസിന്റെ എണ്ണമാണ്. ഇനി നമുക്ക് ഒരു വർഷം കൂടെ നോക്കണ്ടേ? 2019. അതും ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ടോട്ടൽ ചെയ്തു. 2.5 പ്ലസ് 4.2 പ്ലസ് 1.3 പ്ലസ് 2.2. അത് 10.2 ആണ്. ഇനി അതിന്റെ ഡിഫറൻസ് അല്ലേ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്? അതിന്റെ ഡിഫറൻസ് അപ്പൊ എന്തായിരിക്കും? 10.2 മൈനസ് 9.6. അത് എത്രയാണ്? 0.6. ഇനി ആയിരങ്ങളിലല്ലേ, അപ്പൊ 0.6 ഇൻറ്റു 1000. ഒരു 0 പോകുമ്പോ നമ്മുടെ ആൻസർ 600. ഇത്രേ ഉള്ളൂ ഈ സംഭവം. ഇതിന് കാൽക്കുലേഷനും ചെറുതാണ്. നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഈ കുറെ കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പൊ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ചിലർക്ക് ഇതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അവിടെയാണ് ഇത് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് നേരിടുന്ന പലരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാണ്ട് തന്നെ, ഇപ്പൊ ചിലർ വിചാരിക്കും ഇത് പ്രാക്ടീസ് അല്ലേ, കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കാം, ശരിയാണോ നോക്കാം. ചിലർ പറയുന്നതാണ് ഞാൻ ശരിയാണോ നോക്കാൻ വേണ്ടി കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതാണെന്ന്. ശരിയാണോ നോക്കാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണ്ട. കാരണം നിങ്ങൾക്ക് നെറ്റ് എക്സാമിന് ശരിയാണോ നോക്കാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എക്സാമിന് എങ്ങനെയാണോ നിങ്ങൾ എഴുതുക ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് പേപ്പറിൽ മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് പോയ ഒരാൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം തികയില്ല. കാരണം എന്താണ്? നമ്മൾ ഇത് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്ത് സുഖം പിടിച്ചു പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നാമത് എക്സാമിന്റെ ടെൻഷൻ, പിന്നെ ഇത്ര സമയമേ ഉള്ളൂ. നമ്മളിത് കാൽക്കുലേറ്റർ ചെയ്ത് സുഖമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എനിക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ഇരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എത്ര സമയം എടുത്താലും തെറ്റിക്കോട്ടെ, ആൻസർ തെറ്റിക്കോട്ടെ, 10 തവണ നമ്മൾ കൈ വെച്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ മാനുവലി തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര വലിയ നമ്പർ ആണെങ്കിലും മാനുവലി തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അതല്ലാണ്ട് കാൽക്കുലേറ്റർ ഒരിക്കലും യൂസ് ചെയ്യരുത്. ചിലർ പറയും തെറ്റിപ്പോ ഇപ്പൊ തൽക്കാലം ഇപ്പോ ജസ്റ്റ് ഇതൊന്ന് ചെയ്തു നോക്കാനല്ലേ എന്നൊക്കെ. എങ്ങനെയാണെങ്കിലും കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും യൂസ് ചെയ്യരുത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടില്ല. അതാണ്. ഓക്കെ.
ഇനി അടുത്തത് ടൈം ആൻഡ് വർക്ക് മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ഡി ഐയിലെ 2 ചോദ്യങ്ങൾ ചെയ്തല്ലോ. അപ്പൊ എങ്ങനെയാ വരുന്നതെന്നുള്ളതും എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളതും അത് എഴുതേണ്ട സ്ട്രാറ്റജി ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങനെ തന്നെ എഴുതുക. ഞാൻ അങ്ങനെ പറയാൻ കാരണം പലരും ഈ നോൺ ക്വാളിഫൈഡ് ഒക്കെ ചിലപ്പോൾ എഴുതി വരുമ്പോൾ ക്വാളിഫൈഡ് ഒക്കെ എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതുകൊണ്ട് ചോദ്യം കാണുമ്പോൾ തന്നെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ആ റഫ് പേജിൽ അങ്ങ് എഴുതി പോവുക. അതാവുമ്പോൾ നമുക്ക് എവിടെയും തെറ്റില്ല. 2018 മുതൽ 19 വരെയുള്ളതാണ് ചെയ്യേണ്ടത്. മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടൈം ആൻഡ് വർക്കാണ്. 10 ആളുകൾക്ക് 7 മരങ്ങള് 14 ദിവസം കൊണ്ട്, ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫാണ്, പക്ഷെ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. ടെൻഷൻ ഒന്നും അടിക്കണ്ട, ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. 10 ആളുകൾ ചേർന്ന് 7 മരം 14 ദിവസം കൊണ്ട് മുറിച്ചു. അപ്പോ എത്ര മനുഷ്യന്മാരുണ്ട്? എം എന്നുള്ളത്, ഇനി എം ഡബ്ല്യു ഡി, ഈ ഇക്വേഷന്റെ 3 സംഭവങ്ങളുണ്ട്, M1 D1 W1. അപ്പൊ ആദ്യം എത്ര മനുഷ്യന്മാരുണ്ടായിരുന്നു അതിന് M1 എന്ന് പറയും. വേറെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഐഡിയ കിട്ടും. ഞാൻ പറയാം. ഓക്കെ, അപ്പൊ എത്ര മനുഷ്യന്മാരുണ്ടായിരുന്നു ആദ്യത്തതില്? അപ്പൊ M1 എന്താണ് ഇവിടെ? 10. എത്ര വർക്ക് ഉണ്ട് ഇവിടെ? 7 മരങ്ങളല്ലേ മുറിക്കേണ്ടത്. അപ്പൊ W1 എന്തായിരിക്കും? 7. ഇനി എത്ര ദിവസം കൊണ്ടാണ് ഇവരിത് മുറിച്ചത്? 14. അപ്പൊ D1 എന്താണ്? 14. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ വേണ്ട 3 സാധനങ്ങൾ കിട്ടി. M1 10, D1 14, W1 7. ഇനി M2 W2 D2, അതാണ് നമുക്ക് അടുത്ത സാധനങ്ങൾ വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി എത്ര ദിവസം കൊണ്ടാണെന്ന് പറയുമ്പോൾ അതെന്താണ്? D2 അല്ലേ പറയണത്? അടുത്ത കുറച്ച് ദിവസങ്ങളെ കുറിച്ചിട്ടല്ലേ പറയണേ. അപ്പൊ D2 ആണ്. ഇനി 16 ആളുകള്, അപ്പൊ അതെന്തായിരിക്കും? മനുഷ്യന്മാര്. അപ്പൊ അത് M2 ആണ്, 16. ഇനി അവർക്ക് എത്ര മരം മുറിക്കാൻ പറ്റും? 12 മരം. ഞാൻ പറയാം, ഇക്വേഷനിലേക്ക് പോവാം. അതിന് മുന്നേ ഞാൻ ഓരോന്ന് എന്താണെന്ന് പറയുവാണ്. 12 മരങ്ങള്. അപ്പൊ ആ മരം എന്ന് പറയുമ്പോൾ വർക്കാണ്. അപ്പൊ അതെന്താണ്? W2. അപ്പൊ നമുക്കിവിടെ M1 എന്താണ്? 10 അല്ലെ? എത്ര മനുഷ്യരുണ്ട് ആദ്യത്തതില്? 10 മനുഷ്യര്. ആദ്യം എത്ര മരം മുറിക്കാനുണ്ടായിരുന്നു? 7 മരം. അപ്പൊ വർക്ക് എത്രയാണ്? 7. W1 അപ്പോ 7. ഇനി എത്ര ദിവസം കൊണ്ടാണ് ഇത് ചെയ്തത്? 14 ദിവസം കൊണ്ട്. അപ്പൊ D1 എന്താണ്? 14. അപ്പൊ M1 D1 W1 10 7 14 എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് അടുത്ത സെറ്റാണ്. അപ്പൊ M2 D2 W2 എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പൊ ഡേയ്സ് നമുക്ക് അറിയില്ല. അപ്പൊ D2 എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ഇനി 16 പേഴ്സൺസ്, അതെന്തായിരിക്കും? M2 ആണ് 16. ഇനി എത്ര മരങ്ങളാണ് ഇനി മുറിക്കേണ്ടത്? ഇവിടെ 12 മരങ്ങളാണ്. അപ്പോൾ W2 എന്തായിരിക്കും? 12. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിയല്ലോ. അതിനപ്പോ നമ്മൾ എന്താണ് ഇവിടെ കണ്ടെത്തേണ്ടത്? D2 ആണ് കണ്ടെത്തേണ്ടത്. ഇക്വേഷൻ ഇതാണ്. M1 into D1 into W2 is equal to M2 into D2 into W1. M1 D1, അവിടെ W1 പകരം W2 കൊടുക്കുക. ഇപ്പുറത്ത് M2 D2, അവിടെ W2 പകരം W1 കൊടുക്കുക. ഇതാണ് ഇക്വേഷൻ. ഈ പാറ്റേണിൽ ഏത് ചോദ്യം വന്നാലും ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോ M1 D1 W1 എഴുതുന്നതിന് പകരം അവിടെ W2 എന്ന് കൊടുക്കുക. ഇപ്പുറത്ത് M2 D2 W2 എന്ന് കൊടുക്കുന്നതിന് പകരം അവിടെ W1 എന്ന് കൊടുക്കുക. ഇനി നമുക്കിവിടെ എന്താ കണ്ടെത്തേണ്ടത്? D2 അല്ലേ കണ്ടെത്തേണ്ടത്? രണ്ടാമത്തെ ഡേയ്സ് അല്ലേ നമുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നത്? D2 അവിടെ അല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? M1 10 ആണ്, D1 14 ആണ്, W2 12 ആണ്, M2 16 ആണ്, D2 നമുക്ക് അറിയില്ല. അപ്പൊ D2 തന്നെ ഇട്ടു. W1 7 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? D2 ഇക്വേഷന്റെ അപ്പുറത്ത് തന്നെ ഇട്ടിട്ട് ഈ 16 17 ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്താവും? ഡിവിഷൻ ആവും. 16 17 ഇങ്ങോട്ട് കൊണ്ടുവരും. 16 17 അവിടെ തന്നെ ഉണ്ടാവും. അതിനെ മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അതെന്താവും? 10 × 14 × 12 ഹോൾ ഡിവൈഡഡ് ബൈ 16 × 7 is equal to D2. അപ്പൊ കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 15 ആയിരിക്കും. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ 16 ഉണ്ട് 7 ഉണ്ട്. അപ്പോ 7 14 വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പൊ എന്താണ്? താഴെ 7 പോയി, മുകളിലെ 14 എന്തായി? 2 ആയി. ഇനി 16 നമ്മൾ 2 വെച്ചിട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി ഈ ഒരു പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങൾക്ക്. സിംപ്ലിഫൈ ചെയ്യുന്നതിലൊക്കെ ചിലർക്കെങ്കിലും ചിലപ്പോൾ സംശയമുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കും, അയ്യോ ഇത് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്, ഇതിപ്പോ എങ്ങനെ ചോദിക്കുന്നത് അന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതൊക്കെ മറന്നു പോകും. അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളിത് എപ്പോഴും ഇത് ചെയ്യുന്നൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിക്കുമെന്നാണോ? ഇവിടെ നോക്കിയേ, 10 ആളുകള്, അപ്പോ M1 10, 7 മരം, അപ്പൊ W1 7, 14 ദിവസം, അപ്പോ ദിവസം D1 14. ഇനി എത്ര ദിവസം കൊണ്ടാണ്? അപ്പൊ D2 നമുക്ക് അറിയില്ല. D2 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു.
ഒന്നുകൂടെ പറയാം. 16 ആളുകള്. അപ്പൊ എത്രയാണ്? M2 ആണ് 16. ഇനി എത്ര മരം? 12 മരം. അതായത് എത്ര വർക്ക്? 12. അതായത് രണ്ടാമത്തെ വർക്ക് 12 ആണ്. അപ്പൊ W2 12. അപ്പൊ നമുക്ക് M1 W1 D1 M2 W2 D2 ഇത് എല്ലാത്തിന്റെ സാധനം കിട്ടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്കിവിടെ M1 10 ആണെന്ന് തന്നു. എത്ര മനുഷ്യന്മാരുണ്ട്? ആദ്യം 10. അവർക്ക് എത്ര ദിവസം കൊണ്ടാണ് അവർ മരം മുറിച്ചത്? 14 ദിവസം കൊണ്ട്. ആദ്യത്തെ സെറ്റ് ഓഫ് ആളുകൾ. അവർക്ക് എത്ര മരം മുറിക്കാനുണ്ടായിരുന്നു? 7. അപ്പോ W1 7. ഇനി രണ്ടാമത് എത്ര ആൾക്കാരുണ്ടായിരുന്നു? 16 ആളുകൾ. അപ്പൊ M2 16. അവർ എത്ര ദിവസം കൊണ്ടാണ് മുറിച്ചതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അവർക്ക് എത്ര മരം മുറിക്കാനുണ്ടായിരുന്നു? 12. അപ്പൊ W2 എന്താണ്? 12. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? M1 ഇൻറ്റു D1 ഇൻറ്റു W2 ഇസ് ഈക്വൽ ടു M2 ഇൻറ്റു D2 ഇൻറ്റു W1. അപ്പൊ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? D2നെയാണ്. അപ്പൊ D2നെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇക്വേഷന്റെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ? ഇക്വേഷന്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ? M1 ഇൻറ്റു D1 ഇൻറ്റു W2 ഹോൾ ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 ആയിരിക്കും നമുക്ക് D2 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനകത്ത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തായി? ആൻസർ D2ന്റെ ആൻസർ 15 എന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഇത് ചെയ്യിപ്പിക്കുമായിരിക്കും കേട്ടോ. നിങ്ങൾ ഒപ്പം ചെയ്ത് പോവുമായിരിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവായിരിക്കില്ല. നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പേപ്പറിൽ എഴുതണം. അല്ലാണ്ട് ഇത് വെറുതെ മാത്സ് വെറുതെ കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഇത് നമ്മളൊരു ഓറിയന്റേഷൻ സെഷൻ ആയതുകൊണ്ട് അതിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? ഒരു ചോദ്യം തരും, നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് തരും, നിങ്ങൾ ചെയ്യുക, എന്നിട്ട് അതിന്റെ ആൻസർ കാണിച്ചു തരും. അപ്പൊ ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വറി ചെയ്യണ്ട, ഇങ്ങനെയായിരിക്കും ക്ലാസ് പോകുന്നതെന്ന് വിചാരിക്കണ്ട. അതായത് ഇങ്ങനെ പറഞ്ഞു പോവുമായിരിക്കും എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും, നിങ്ങൾക്ക് സ്ക്രീൻ അവിടെ തന്നെ ഇട്ടേക്കും, എന്നിട്ട് ചോദ്യം തരും. നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ആൻസർ ചെയ്തു വരിക, എന്നിട്ട് ആൻസർ കാണിച്ചു തരും, എന്നിട്ട് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാരും വറി ചെയ്യണ്ട. നമ്മൾ ചെയ്ത് തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം മാത്സിൽ ചെയ്തു പോയിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ഓറിയന്റേഷൻ ആയതുകൊണ്ട്, ഇത് നിങ്ങൾക്ക് പുതിയ ടോപ്പിക്കുകളൊക്കെ ആയതുകൊണ്ടും നിങ്ങൾക്ക് ഇത് ഫെമിലറൈസ് ചെയ്യുന്നത് ആയതുകൊണ്ടുമാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആണല്ലോ? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി ഇത് നേരത്തെ ഞാൻ പറഞ്ഞ സെയിം പാറ്റേണിലുള്ള ചോദ്യമാണ്. ആവറേജ് ഓഫ് എ ഫാമിലി ഓഫ് 5 മെമ്പേഴ്സ്. അപ്പോ 5 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഫാമിലി, അവരുടെ ആവറേജ് എന്താണ്? 17 ആണ്. 3 വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന് ആലോചിക്കണം. അപ്പോ 3 വർഷം മുന്നേ ഉള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോ 3 വർഷം കഴിയുമ്പോൾ, അതായത് ഇപ്പോഴത്തെ അവരുടെ ടോട്ടൽ ഏജ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അല്ല, 3 വർഷം മുന്നത്തെ ടോട്ടൽ ഏജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അത് ആദ്യം ഒന്ന് പറഞ്ഞേ. 3 വർഷം മുന്നേ ഉള്ള അവരുടെ ടോട്ടൽ ഏജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആവറേജ് തന്നിട്ടുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് തന്നു. അപ്പൊ അവരുടെ ടോട്ടൽ ഏജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 17 ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ എന്തായിരിക്കും? 17 ഇൻറ്റു 5 ആയിരിക്കില്ല അവരുടെ മുഴുവൻ പ്രായം. കാരണം നമുക്ക് ആവറേജ് എത്രയാണെന്നാ തന്നേക്കുന്നത്? ഈ 5 പേരുടെയും കൂടെ പ്രായത്തിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 17 കിട്ടും. അങ്ങനെയാണെങ്കിൽ അവരുടെ മുഴുവൻ ആൾക്കാരുടെയും പ്രായം കൂട്ടുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ? 17 ഇൻറ്റു 5 ആയിരിക്കും അല്ലെ? ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെമ്പേഴ്സ്. അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട്, എത്രയാണ്? 17. ടോട്ടൽ ഏജ് നമുക്ക് അറിയില്ല, എത്ര മെമ്പേഴ്സ് ഉണ്ട്? 5. അപ്പൊ ടോട്ടൽ ഏജ് എത്രയായിരിക്കും? 17. ഇവിടെ ഡിവൈഡഡ് ബൈ ആണ് 5. ഇങ്ങോട്ട് പോകുമ്പോൾ അതെന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ 17 ഇൻറ്റു 5 ആയിരിക്കും ടോട്ടൽ ഏജ് 3 വർഷം മുന്നേ ആ ഫാമിലിയുടെ, അല്ലെ? ഇനി 3 വർഷം മുന്നേ ആണ്. ഇനി അടുത്ത പറയുന്നത് എന്താണ്? ഒരു കുട്ടി ആ വീട്ടില് ജനിച്ചു. ഈ 3 വർഷത്തിന്റെ കാലയളവിൽ ഒരു കുട്ടി ജനിച്ചു. ഈ കുട്ടി ജനിച്ചിട്ടും ആവറേജിന് ഒരു മാറ്റവും ഇല്ല. അതായത് ആവറേജ് ഇപ്പോഴും 17 തന്നെ. ആവറേജ് ഇപ്പോഴും 17 തന്നെ. കുട്ടി ജനിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ഏജ് എന്താണെന്നാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും 3 വയസ്സ് വെച്ച് കൂടിയില്ലേ? അല്ലെ? 3 വർഷം മുന്നേ ആണ് 17 ഇൻറ്റു 5 ടോട്ടൽ ഏജ്. അപ്പൊ ഇപ്പൊ എന്തായിരിക്കും? ഒരു 15 കൂടെ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതെന്തിനാ 15 ആഡ് ചെയ്തത്? ടോട്ടൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? 17 ഇൻറ്റു 5 ചെയ്തു.
3 വർഷം മുന്നേ ഉള്ള ടോട്ടൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആവറേജ് 17 തന്നിട്ടുണ്ട്, ടോട്ടൽ ഫാമിലി മെമ്പേഴ്സ് 5 തന്നതുകൊണ്ട് അവരുടെ ടോട്ടൽ ഏജ് 17 × 5 ആണെന്ന് മനസ്സിലായി 3 വർഷം മുന്നേ. ഇനി 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിയുമ്പോൾ ഈ 5 മെമ്പേഴ്സിന് 3 വയസ്സ് വെച്ച് കൂടിയില്ലേ? അപ്പൊ അങ്ങനെ 5 മെമ്പേഴ്സിന് 3 വയസ്സ് വെച്ച് കൂടി എന്ന് പറയുമ്പോൾ 5 പേരുടെ 3 വയസ്സ് എന്ന് പറയുമ്പോൾ എത്രയായി? 15. അപ്പൊ 17 × 5 ചെയ്തതിന്റെ കൂടെ ഒരു 15ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇപ്പോഴത്തെ ടോട്ടൽ ഏജ് കിട്ടുന്നത്, കുട്ടി കൂടാതെ. കുട്ടിയുടെ വയസ്സ് നമുക്ക് അറിയില്ല കേട്ടോ. കുട്ടി ജനിച്ചത് എപ്പോഴാന്ന് നമുക്ക് അറിയില്ല. നമ്മൾ മൂന്ന് വർഷത്തിനിടയിൽ എപ്പോഴും ആണ് കുട്ടി ജനിച്ചത്. അപ്പൊ ചിലപ്പോ 1ാമത്തെ വർഷത്തിലായിരിക്കും, ചിലപ്പോ 2ാമത്തേലായിരിക്കും, നമുക്ക് അറിയില്ല. അപ്പൊ ഒരു കുട്ടി ജനിച്ചു എന്ന് മനസ്സിലായി. ഈ 3 വർഷ കാലയളവിൽ എപ്പോഴോ ഒരു കുട്ടി ജനിച്ചു. അപ്പോഴും ഇവരുടെ ആവറേജിന് മാറ്റമൊന്നും ഇല്ലാതെ തുടരുന്നു എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് അത് ചെയ്യണേന്നുള്ളത് പറയാം. അപ്പൊ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ടോട്ടൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? 3 വർഷം മുന്നത്തെ എങ്ങനെ ചെയ്തു? 5 × 17, അതായത് ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. 5 × 17 അത് എത്രയാണ്? 85. ഇനി 3 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും 3 വർഷം വെച്ച് കൂടിയില്ലേ? അങ്ങനെ 5 പേർക്ക് 3 വയസ്സ് കൂടി. അപ്പൊ 5 × 3 15. അപ്പൊ ഈ 85ന്റെ കൂടെ ഒരു 15ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഇപ്പോഴത്തെ എല്ലാവരുടെയും കൂടെ ടോട്ടൽ ഏജ് എത്രയാണ്? 100 ആണ്. കുട്ടി കൂടാതെയാണേ, കുട്ടി ജനിച്ചിട്ടുണ്ട്, കുട്ടിയുടെ പ്രായം നമുക്കറിയില്ല. അപ്പൊ നമ്മൾ തൽക്കാലം കുട്ടിയുടെ പ്രായം X ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ കുട്ടി ജനിച്ചിട്ടും ആവറേജിന് മാറ്റമില്ലാന്ന്. ആവറേജ് എത്രയാ തന്നിട്ടുള്ളത്? 17 ആണ്. അതായത് ഇപ്പോഴത്തെ ആവറേജും എന്ത് തന്നെയാണ്? 17 ആണെന്നാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെമ്പേഴ്സ് ആണല്ലോ. ആവറേജ് എത്രയാണ്? മാറിയിട്ടില്ല, 17 തന്നെ. അപ്പൊ 17 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏജ് എന്താണ്? കുട്ടി കൂടാതെ 100. കുട്ടിയുടെ ഏജ് നമുക്ക് അറിയില്ല, അപ്പൊ നമ്മൾ അതിനെ എക്സ് എന്നിട്ടു. ഇനി ഡിവൈഡഡ് ബൈ, ഇനി 5 ആണോ നമ്മൾ താഴെ എഴുതുക? ഇപ്പൊ 5 മെമ്പേഴ്സ് ആണോ ഉള്ളത്, കുട്ടിയും കൂടെ ചേർന്നില്ലേ? അപ്പൊ എന്തായി? 6 എന്നായി. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? 100 + x ഹോൾ ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 17 എന്ന് വരും. മൊത്തം ഫാമിലി മെമ്പേഴ്സിന്റെ ഏജ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. ആവറേജ് 17 തന്നിട്ടുണ്ട്, 5 ഫാമിലി മെമ്പേഴ്സ് ആണ്. അപ്പൊ എന്തായിരിക്കും? 5 × 17 85. 3 വർഷം മുന്നേ ആണ്. ഇനി 3 വർഷത്തിനിടയിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പ്രായമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഏജ്, ആ ഫാമിലിയിലെ മൊത്തം ആളുകളുടെ ഏജ് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും 3 വയസ്സ് വെച്ച് കൂടി. 5 മെമ്പേഴ്സിന് 3 വയസ്സ് വെച്ച് കൂടി. അപ്പോ 85 + 5 പേർക്ക് 3 വയസ്സ് വെച്ച് കൂടുമ്പോൾ 15, അങ്ങനെ 100. ഇനി കുട്ടിയുടെ പ്രായം നമുക്ക് അറിയില്ല, അപ്പൊ അതിന് എക്സ് ആയിട്ട് എടുത്തു. ഇനി നമ്മളെടുത്ത് പറയുവാണ് ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടും ആവറേജിന് മാറ്റമില്ല. അതായത് ടോട്ടൽ ഏജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 17. ടോട്ടൽ ഏജ് നമുക്ക് കുട്ടിയുടെ പ്രായം അറിയാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ പ്രായം നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തു. അത് എത്രയാണ്? 100 ആണ്. കുട്ടിയുടെ പ്രായം നമുക്ക് അറിയില്ല, അപ്പൊ അതിനെ എക്സ് എന്നിട്ടു. ഇനിയിപ്പോ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? കുട്ടിയും കൂടെ ചേരുമ്പോ നേരത്തെ 5 ആയിരുന്നു, കുട്ടിയും കൂടെ ചേരുമ്പോ 6. അപ്പൊ 100 + x ഡിവൈഡഡ് ബൈ 6. അതാണ് എന്ത്? നേരത്തെ പറഞ്ഞ ആവറേജിന് മാറ്റമില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ മാറ്റമില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ആദ്യം ചെയ്ത ആവറേജ് തന്നെ 17. ഇനി 100 + x ഇസ് ഈക്വൽ ടു 17 × 6. കാരണം ഡിവൈഡഡ് ബൈ എക്സിനെ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് ഇടുമ്പോൾ അത് എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ 17 × 6 ആവും, അതായത് 102. 100 + x ഇസ് ഈക്വൽ ടു 102. അപ്പൊ എക്സ് എന്തായിരിക്കും? 102. ഈ പ്ലസ് ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ മൈനസ്. 102 - 100 2. കുട്ടിയുടെ പ്രായം എന്താണ് അപ്പോ? 2. അടുത്തത് മാത്തമെറ്റിക്കൽ റീസണിങ്ങിലെ 2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ലോജിക്കൽ റീസണിങ്ങിലുള്ളതാണ്, ചെറിയൊരു ലോജിക്കാണ്. നമുക്ക് ഫാലസി കണ്ടുപിടിക്കാൻ. ഫാലസി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുന്ന തെറ്റിനെയാണ് നമ്മൾ ഫാലസി എന്ന് പറയാം. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയി പോകുന്നതിനെയാണ് ഫാലസി എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നു അവിടെ ഇപ്പൊ രാത്രിയാണ് അല്ലെങ്കിൽ ഇപ്പൊ പകലാണ് എന്ന് പറയുവാണെങ്കിൽ അതൊരു ഫാലസിയാണ്. കാരണം എന്ത് അടിസ്ഥാനത്തിലാണ്? അതിന് പ്രൂഫ് ഒന്നും ഇല്ല. ഞാൻ അങ്ങ് പറയുവാണ് എന്ത്? ഇപ്പൊ പകലാണ്. അപ്പോ നിങ്ങൾ പറയുവാണ് ഇപ്പൊ പകലാണ്. കാരണം എന്താണ്? ഷനാമിസ് പറഞ്ഞു ഇപ്പൊ പകലാണ്, അതുകൊണ്ട് ഇപ്പൊ പകലാണ് എന്ന് പറയുന്നത് ഒരു ലോജിക്കാണോ? അല്ല, അതൊരു ഫാലസിയാണ്, ഒരു തെറ്റാണ് അല്ലെ? ഫാലസി എന്ന് പറയുമ്പോൾ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ഫാലസി എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഈ ചോദ്യത്തിലേക്ക് പോവാം.
ഇതിൽ ഏത് ഫാലസിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് തരം ഫാലസിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോർമലും ഇൻഫോർമലും 2 തരം ഫാലസി ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവും. ഇപ്പൊ തൽക്കാലം ഈ ഒരു സെന്റൻസ് വായിച്ചിട്ട് അത് ഏത് തരം ഫാലസി ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓഫ് കോഴ്സ് യു വോണ്ട് ടു ബൈ XYZ ടൂത്ത് XYZ ടൂത്ത് എന്ന് പറയുന്നത് ഒരു ടൂത്ത് പേസ്റ്റിന്റെ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ ഇന്ന ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കണം, ഒരു ബ്രാൻഡിന്റെ പേര് XYZ ബ്രാൻഡ്, അതിന്റെ ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കണം. എന്തുകൊണ്ടാണ്? ദർ മസ്റ്റ് ബി എ റീസൺ. എന്താണ് കാരണം? വൈ 90% ഓഫ് ഇന്ത്യ ബ്രഷസ് വിത്ത് XYZ ടൂത്ത് പേസ്റ്റ്. കാരണം എന്താണ്? 90% ആളുകളും ഈ XYZ ടൂത്ത് പേസ്റ്റ് കൊണ്ട് ബ്രഷ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? XYZ ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്ത് തരം ലോജിക്കാ നമ്മൾ ഉപയോഗിച്ചത്? എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും അത് ചെയ്യണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല. അപ്പോ അവിടെ കമ്മിറ്റ് ചെയ്തേക്കുന്ന ഫാലസി എന്താണ്? ആർഗ്യുമെന്റം ആഡ് പോപ്പുലമാണ്. പോപ്പുലം എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ എന്ന് ആലോചിക്കുക. അതായത് കൂടുതൽ ആളുകളും, അതായത് മുഴുവൻ ആളുകളും അത് ചെയ്യുന്നു, അതുകൊണ്ട് അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു തെറ്റിനെയാണ് നമ്മൾ ആർഗ്യുമെന്റം ആഡ് പോപ്പുലം എന്ന് പറയാ. അപ്പൊ ഇവിടെ 90% ആളുകളും അത് ഉപയോഗിച്ചിട്ടാണ് ബ്രഷ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണത്? ആർഗ്യുമെന്റം ആഡ് പോപ്പുലമാണ്. ഇനി എന്താണ് സ്ലിപ്പറി സ്ലോപ്പ്? നമ്മൾ പറയാണ്, നീ ഈ പേസ്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാല് പിന്നെ നിന്റെ കുട്ടിയും ഈ പേസ്റ്റ് തന്നെ ഉപയോഗിക്കും, പിന്നെ നിന്റെ പേരക്കുട്ടി ഈ പേസ്റ്റ് തന്നെ ഉപയോഗിക്കും, പിന്നെ നിങ്ങൾക്ക് ഈ പേസ്റ്റിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അതെന്താണ്? സ്ലിപ്പറി സ്ലോപ്പാണ്. അതായത് ഒന്ന് അടുത്തതിലേക്ക്, അത് അടുത്തതിലേക്ക്, അത് അടുത്തതിലേക്ക് നയിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റിനെയാണ് നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുക. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ പറയാണ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇനി ഞാൻ അത് അങ്ങനെ ചെയ്യേണ്ടി വരും, പിന്നെ മറ്റന്നാൾ ഞാൻ അത് അങ്ങനെ ചെയ്യേണ്ടി വരും, അങ്ങനെ നമ്മൾ ഒന്ന് അടുത്തതിലേക്ക്. സ്ലിപ്പറി സ്ലോപ്പ് അങ്ങനെയല്ലേ? നമ്മൾ മുകളിൽ കാല് വഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ചടപടേ എന്ന് പറഞ്ഞിട്ട് താഴെ വരെ ഇങ്ങനെ അങ്ങ് വരും അല്ലേ? അതായത് മുകളിൽ നിന്ന് സ്ലിപ്പായത്, പക്ഷെ നമ്മള് എവിടെയാണോ ഇത് എൻഡ് ചെയ്ത് നിൽക്കുന്ന അവിടം വരെ നമ്മൾ ഇങ്ങനെ വഴുക്കി അങ്ങ് വീഴും. അതാണ് സ്ലിപ്പറി സ്ലോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഹേസ്റ്റി ജനറലൈസേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. അതായത് നമ്മൾ പറയാണ്, പ്രിൻസിപ്പളിന്റെ ഇന്നത്തെ പ്രസംഗം വളരെ മോശമായിരുന്നു, അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രിൻസിപ്പൾ ഒരു മോശം പ്രാസംഗികനാണെന്ന് മനസ്സിലാക്കാം എന്ന് പറയുന്നത് ഒരു ഫാലസിയാണ്. കാരണം എന്താണ്? ചിലപ്പോ ഇന്ന് പ്രിൻസിപ്പൾ എന്തായിരിക്കും? എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഇഷ്യൂസ് ഒക്കെ കാരണം ചിലപ്പോൾ ആള് ഇത്തിരി വീക്കായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ പ്രസംഗം അത്രക്ക് അങ്ങോട്ട് നന്നാവാതിരുന്നത്. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് പ്രിൻസിപ്പൾ ഇന്നത്തെ പ്രസംഗം മോശമായിരുന്നു, അതുകൊണ്ട് പ്രിൻസിപ്പൾ എന്താണ് ഒരു മോശം പ്രാസംഗികനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ അതിനെ നമ്മൾ ഹേസ്റ്റി ജനറലൈസേഷൻ എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്ത ഫാലസി നോക്കാം, സ്ട്രോമൻ ഫാലസി. എന്താണ് ഈ സ്ട്രോമൻ ഫാലസി? നമ്മൾ പറയില്ലേ, ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മൾ ഒരാളെടുത്ത് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ മറ്റേ ആള് സ്ട്രോങ് ആയിട്ട് ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അയാൾ അറിയാണ്ട് ഒരു വീക്ക് ആർഗ്യുമെന്റ് അറിയാണ്ട് കയറി വന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങളുടെ തെറ്റിപ്പോയില്ലേ എന്ന് നമ്മൾ പറയില്ലേ? അതായത് അത്രയും നേരം നമ്മുടെ തെറ്റിയിട്ടിരിക്കുകയാണ്, അയാളുടെ അത്രയും നേരം കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് സ്ട്രോ എന്ന് വെച്ചാൽ കച്ചിത്തുരുമ്പ് എന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ അത്രയും നേരം അയാൾ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു, അയാളുടെ ഏതോ ഒരു ചെറിയൊരു പോയിന്റ് പാളിപ്പോയപ്പോ നമ്മൾ എന്ത് ചെയ്യുവാണ്? അയാൾ അത്രയും നേരം പറഞ്ഞതിനൊക്കെ വിട്ടിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ തെറ്റിയില്ലേ എന്ന് പറയുന്നത് ഒരു ഫാലസിയാണ്. കാരണം അയാൾ അത്രയും നേരം പറഞ്ഞ ഒരുപാട് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ തിരസ്കരിച്ചിട്ട് അയാൾക്ക് ഇപ്പൊ ചെറുതായിട്ടൊന്ന് വന്നുപോയ തെറ്റിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് സ്ട്രോമൻ ഫാലസി എന്ന് പറയാം. അതും ഒരു തെറ്റാണ്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എക്സാമ്പിളുകളാണ് കൂടുതലും ചോദിക്കുക ഫാലസിയിൽ നിന്ന്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ഫാലസിയെ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എളുപ്പത്തിൽ നമുക്ക് ഫാലസി ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതിന്. ആർഗ്യുമെന്റ് ആഡ് പോപ്പുലം ആണ് അതിന്റെ ആൻസർ. which of the following statements ആണ്? which of the following statements is logically equivalent to the statement all women are honest human being? എല്ലാ സ്ത്രീകളും ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആണ് എന്ന് അർത്ഥം വരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ചില സ്ത്രീകൾ നോൺ ഓണസ്റ്റ് ആണ്. അതിന്റെ അർത്ഥം എല്ലാ സ്ത്രീകളും ഓണസ്റ്റ് ആണെന്നാണോ? അല്ല, തെറ്റാണ്. ഇനി ചില സ്ത്രീകൾ ഓണസ്റ്റ് ആണ്, അപ്പൊ അതിന്റെ അർത്ഥം എല്ലാ സ്ത്രീകളും ഓണസ്റ്റ് ആണെന്നുള്ള അർത്ഥം വരുന്നുണ്ടോ? ഇല്ല, അതും പറയാൻ പറ്റില്ല. ചില വിമൻ ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആണ്, അതും നമുക്ക് എല്ലാ സ്ത്രീകളും ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ളൊരു അർത്ഥം വരുന്നില്ല. ഇനി ഡി നോക്കിയേ, നോ വിമൻ ആർ നോൺ ഓണസ്റ്റ്. ഒരു സ്റ്റേറ്റ്മെന്റില് 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ 2 നെഗറ്റീവ് അങ്ങ് ക്യാൻസൽ ആയി പോകും.
അപ്പൊ നിങ്ങൾ ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കിയേ. നോയും നോണും കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തായി? വിമൻ ആർ ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ്. വിമൻ ആർ ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഓൾ വിമൻ ആർ ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ്. ഇനി എഗെയിൻ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് ഇതേപോലെ തന്നെ പല തവണ പല രീതിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ വിമനും ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ്ങും മാറ്റിയിട്ട് വേറെ പല വേർഡുകളും ഇട്ടിട്ട് ഈ സെയിം ചോദ്യം തന്നെ പല തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോ നോയും നോണും വന്നു കഴിഞ്ഞാൽ നോയും നോണും കട്ട് ചെയ്തിട്ട് അത് എന്തിന് ഈക്വലന്റ് ആവും? ഓൾ വിമൻ ആർ ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ്ങിന് ഈക്വൽ ആവും. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓരോന്നും നമ്മൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനകത്ത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സാധനം നമ്മൾ ക്ലാസ്സിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ 4 ടേമുകളാണ് വരിക. ഓള്, നോ, സം, സം നോട്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ചെറിയ സെഷനിൽ നമുക്ക് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഓളും നോയും ആണെങ്കിൽ അത് കോൺട്രറി ആയിരിക്കും. ആ 2 സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ കോൺട്രറി എന്നാണ് പറയാം. അപ്പൊ ഓളും നോയും ആണെങ്കിൽ അത് എന്താണ്? കോൺട്രറി ആണ്. ഇനി സമ്മും സം നോട്ടും ആണെങ്കിൽ അത് എന്തായിരിക്കും? സബ് കോൺട്രറി ആണ്. ഇനി ഓളും സമ്മും നോയും സം നോട്ടും എന്തായിരിക്കും? സബോൾട്ടേൺ. ഇനി ഏതാണ് കോൺട്രഡിക്ടറി? ഓളും, അതായത് എക്സ് അല്ലെ ഡയഗണൽ വരക്കുന്നതാണ്. ഓളും സം നോട്ടും നോയും സമ്മുമാണ് കോൺട്രഡിക്ടറി അല്ലെ. ഓളും സം നോട്ടും നോയും സമ്മും. ഓളും സം നോട്ടും നോയും സമ്മുമാണ് കോൺട്രഡിക്ടറി. ക്ലിയർ ആയല്ലോ? നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നതിനകത്ത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ സമ്മിന്റെ കോൺട്രഡിക്ടറി എന്തായിരിക്കും? ഓൾ, നോ, സം, സം നോട്ട്. ഇങ്ങനെയല്ലേ വരുന്നത്? ഓള്, നോ, സം, സം നോട്ട്. സമ്മിന്റെ കോൺട്രഡിക്ടറി എന്തായിരിക്കും? ഡയഗണൽ. ഓള്, നോ. അപ്പൊ അതിന്റെ കോൺട്രഡിക്ടറി എന്തായിരിക്കും? നോ. ക്ലിയർ ആണോ? ഓള്, നോ, സം, സം നോട്ട്. ഓള്, നോ, സം, സം നോട്ട്. നമുക്ക് തന്നിട്ടുള്ള സം ആണ്. അപ്പൊ അതിന്റെ കോൺട്രഡിക്ടറി എന്തായിരിക്കും? ഇവിടെ. അതായത് ഓള്, നോ. അപ്പൊ സമ്മിന്റെ കോൺട്രഡിക്ടറി നോ. ആൻസർ ബി. കോൺട്രറി ഏതാണ്? ഓളും നോയും. സബ് കോൺട്രറി സമ്മും സം നോട്ടും. സബോൾട്ടേണ് ഇത് രണ്ടും. സംഭവം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങില് പുഷ്പം പോലെ നമുക്ക് മാർക്ക് വാങ്ങിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ ശരിക്കും പഠിക്കാൻ ആകെ. അതായത് ഇത് നമ്മൾ ഇനി ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് പാറ്റേൺ എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും അടിക്കണ്ട. ഉറപ്പായിട്ടും കിട്ടുന്ന മാർക്കാണിത്. ഇത് കളയാനില്ല. കാരണം ഹയർ എഡ്യൂക്കേഷനൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടേം ഒക്കെ അങ്ങ് ചോദിക്കും. അല്ലെങ്കിൽ പീപ്പിള് ചിലപ്പം ഏതെങ്കിലും ഒരു കെമിക്കൽ സംഭവമൊക്കെ തന്നിട്ട് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് അറിയില്ലെങ്കിൽ അത് പോയി. ഡിപ്രഷൻ അടുപ്പിക്കുന്നതല്ല, അങ്ങനെ സാധ്യതയുണ്ട്. പക്ഷെ മാത്സിലും DIയിലും ലോജിക്കലിലും ഒന്നും അങ്ങനെ ഒരു പുതിയ സാധനം ഒന്നും വരാൻ സാധ്യതയില്ല. എപ്പോഴും പണ്ടും എന്നും അന്നും ഇന്നും എന്നും ഉള്ളത് തന്നെ ചോദിക്കുള്ളൂ. അപ്പൊ അത് അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഏരിയയിലും ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കുകൾ നമ്മൾ അങ്ങ് സ്കോർ ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാലോ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരിക്കും കേട്ടോ. DI ആണെങ്കിലും മാത്സ് ആണെങ്കിലും. അപ്പൊ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഇങ്ങനെ പറഞ്ഞു പോവുമായിരിക്കും, അത് എന്താണത് തിയറി പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞു പോവുമായിരിക്കോ എന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ ഒരു ഓറിയന്റേഷൻ സെഷൻ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ ഒപ്പം ചെയ്തു പോവുമായിരിക്കും. എല്ലാവർക്കും ചെയ്യാനുള്ള സമയം തന്നിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. പ്ലസ് നിങ്ങൾക്ക് ഹോംവർക്സ് ഒക്കെ തരും. ഓക്കെ, ഇത് ഇത്ര പഠിക്കാനുള്ളൂ. ഇത് ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇല്ല. ഇത് നമ്മൾ വെറുതെ നമ്മളിങ്ങനെ ആലോചിച്ച് കുറച്ച് ചിന്തിച്ചു കൂട്ടി വെച്ചേക്കുന്നതാണ്. ഇത് ഇത്രേ ഉള്ളൂ പഠിക്കാൻ. സിമ്പിൾ ആയിട്ട് പഠിക്കുക, മാർക്ക് സ്കോർ ചെയ്യുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മളുടെ ഒരു പുതിയ തുടങ്ങുന്ന ഒരു ബാച്ചിന്റെ ആദ്യത്തെ ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറുക്കുവഴികൾ ഉണ്ടാകും. കുറുക്കുവഴി മീൻസ് പഠിക്കാതെ രക്ഷപ്പെടുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാം കൂടെ പഠിച്ചെടുക്കാൻ കഴിയൂലല്ലോ. ഒന്നാമത് നമ്മൾ സിലബസ് നന്നായി നോക്കണം. പിന്നെ ആ സിലബസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പഠിച്ചാൽ പെട്ടെന്ന് മാർക്ക് നേടുന്നതും അല്ലെങ്കിൽ കുറച്ച് മാത്രം പഠിച്ചാൽ മാർക്ക് നേടുന്ന ഏരിയകൾ, അങ്ങനെ പല രൂപത്തിലുള്ള
കുറുക്കു വഴികളും നമുക്ക് മുന്നിൽ ഏതൊരു എക്സാമിനും ഉണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറുക്കു വഴി എന്ന് പറയുമ്പോൾ പഠിക്കാതെ കിട്ടുക എന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് എളുപ്പത്തിൽ കുറച്ച് പഠിച്ചാൽ കുറെ മാർക്ക് കിട്ടുന്ന പല ഏരിയകളും ഉണ്ടാവും. നമുക്ക് നെറ്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും 2 പേപ്പർ ഉണ്ടല്ലോ. ആ 2 പേപ്പറിൽ നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ ഒരു ബഹർ പോലെ പരന്നു കിടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു സമുദ്രം പോലെ പരന്നു കിടക്കുന്നതായിരിക്കും. നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ പഠിച്ചു തീർക്കുക എന്നുള്ളത് നോർമലി ഒരു സബ്ജക്റ്റിലും പോസിബിൾ അല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് JRFലേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴി എന്താണ്? ഞാൻ 2018 നെറ്റ് അറബിക്ക് എഴുതുമ്പോൾ 2018 ജൂലൈ ആദ്യമായിട്ട് നെറ്റ് എഴുതി. നെറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. രണ്ടാമത് ഞാൻ ട്രൈ ചെയ്തത് 2018 ഡിസംബറിലായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഒരു എക്സാമിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു. ആ സമയത്ത് എന്നോട് കൂടെ എഴുതിയ ചിലർക്കൊക്കെ JRF കിട്ടി. ഞാൻ എന്റെയും അവരുടെയും മാർക്കൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അറബിക്കിൽ എനിക്ക് കിട്ടിയ മാർക്ക് അവർക്ക് കിട്ടിയ മാർക്കും ഏകദേശം സെയിം ആണ്. പലർക്കും JRF ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞത് ജനറൽ പേപ്പറിൽ കൂടുതൽ മാർക്ക് നേടിയത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ജനറൽ പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ആലോചിച്ച് ഞാൻ പല അന്നത്തെ അവൈലബിൾ ആയ ചില 2-3 കോച്ചിങ്ങിനൊക്കെ ജനറൽ പേപ്പറിന് പോയി. കൂടുതൽ സമയം അറബിക്കിന് ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ജനറലിന് ചിലവഴിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തൊട്ടടുത്ത് 2019 ജൂൺ എക്സാം വന്നു. ജനറലിൽ നന്നായി സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ JRF ലഭിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നെറ്റ് JRF കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് പേപ്പർ. നമ്മൾ പലരും നമ്മളുടെ സബ്ജക്റ്റ് പേപ്പറിൽ നമുക്ക് PG ഒക്കെ അതേ ടോപ്പിക്കലായതുകൊണ്ട് നമ്മൾക്ക് കുറച്ചൊക്കെ അറിയുന്ന ഏരിയ ആയതുകൊണ്ടും കൂടുതൽ സമയം അതിൽ ചിലവഴിക്കും. നമുക്ക് കുറച്ച് അറിയുന്ന ഏരിയ ആകുമ്പോൾ പഠിക്കാൻ ഒന്നും കൂടി ഇൻട്രസ്റ്റ് വരുമല്ലോ, താല്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ കൂടുതൽ സമയം ചിലവഴിച്ച് ഫസ്റ്റ് പേപ്പർ നമ്മൾ അവസാനം പഠിക്കാം എന്ന് കരുതി മാറ്റിവെക്കും. സത്യത്തിൽ നമ്മളുടെ സബ്ജക്റ്റ് പേപ്പറാണ് നമ്മൾ അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ, അവസാനം പഠിക്കാൻ മാറ്റി വെക്കുകയാണെങ്കിൽ മാറ്റിവെക്കേണ്ടത്, അല്ലാതെ ഫസ്റ്റ് പേപ്പർ അല്ല. ഫസ്റ്റ് പേപ്പർ ഒരു 3 മാസം അല്ലെങ്കിൽ 2.5 മാസം ചുരുങ്ങിയത്, അതിനേക്കാൾ കൂടുതൽ സമയം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും വേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് 2.5-3 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയി സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചെടുക്കേണ്ട ഒരു ഏരിയ ആണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയി ഒരു 3-3.5 മാസം സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചാൽ നമുക്ക് കവർ ചെയ്യാൻ കഴിയുകയും അതോടുകൂടെ അതിലുള്ള ഭൂരിഭാഗം ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ കഴിയുകയും ചെയ്യും ഫസ്റ്റ് പേപ്പറിൽ. ആ ഒരു കാര്യം നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതിൽ തന്നെ ഫസ്റ്റ് പേപ്പറിൽ തന്നെ നമുക്കറിയാം വ്യത്യസ്ത യൂണിറ്റുകൾ ഉണ്ട്. ആ വ്യത്യസ്ത യൂണിറ്റുകളിൽ ചില യൂണിറ്റുകൾ നമുക്ക് എത്ര പഠിച്ചാലും ആ ഏരിയകളിൽ കുറച്ച് ഏരിയ പിന്നെയും ബാക്കിയുണ്ടാവും. ഉദാഹരണത്തിന് എൻവയറമെന്റ് ഏരിയയിൽ, പീപ്പിൾ ഡെവലപ്മെന്റ് ഏരിയയിൽ എത്ര പഠിച്ചാലും അതിനപ്പുറത്ത് കുറച്ചുകൂടി പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ് സത്യം. അതുപോലത്തെ ചില ടോപ്പിക്കുകൾ, ഹയർ എഡ്യൂക്കേഷൻ, അതിലൊക്കെ കുറെ പഠിച്ചാലും എത്ര പഠിച്ചാലും നമുക്ക് 5-ൽ 4 മാർക്കാണ് നോർമലി സ്കോർ ചെയ്യാൻ കഴിയാറുള്ളത്, അല്ലെങ്കിൽ 3. പക്ഷേ 100% മാർക്കും നേടാൻ കഴിയുകയും പഠിച്ചാൽ, നമ്മൾ ആ സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ആ യൂണിറ്റിലെ ആ ഏരിയയിൽ 100% മാർക്കും വാങ്ങാൻ കഴിയുന്ന ഏരിയകൾ ഫസ്റ്റ് പേപ്പറിൽ ഉണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്. സിലബസ് അനുസരിച്ച് പഠിച്ചാൽ നമുക്ക് പൂർണ്ണമായും നേടിയെടുക്കാൻ കഴിയും. ചിലർക്ക് പറയാനുണ്ടാകും, ഞാൻ നേരത്തെ ഖാലിദ് സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കുറച്ച്
സ്കൂൾ കാലം തുടക്കത്തിൽ ചെറുപ്പകാലത്തിൽ സ്കൂൾ കാലത്ത് നമ്മൾ കുറച്ച് നോക്കി, പിന്നെ അത് മറന്നു പോയത് കൊണ്ട് അന്ന് തന്നെ സ്കൂളിൽ പലരും മാത്സിന്റെ പീരീഡിൽ മുങ്ങുകയും അല്ലെങ്കിൽ ബാക്കിലെ ബെഞ്ചിലേക്ക് ഇരിക്കുകയൊക്കെ ചെയ്ത പല ആളുകളും ഉണ്ടാവും. മാത്സ് ഒഴിവാവാൻ വേണ്ടി കുറെ കളിച്ച് എന്നോട് കൂടെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നെറ്റ് ക്ലാസ്സിന് പഠിക്കുമ്പോൾ ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട്, ഈ മാത്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കാസിമിന്റെ ചെരുപ്പ് പോലെയാണെന്ന്. കാസിമിന്റെ ചെരുപ്പിന്റെ ആ ഒരു കഥ കേട്ടവരായിരിക്കും നിങ്ങളെന്ന് വിചാരിക്കുന്നു. കാസിമിന്റെ ചെരുപ്പ്, ഈ കാസിം എന്ന ആള് പല സ്ഥലത്തും ഒഴിവാക്കാൻ നോക്കിയിട്ടും വീണ്ടും അത് തിരിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ എത്തും. പുഴയിൽ ഒഴിക്കാൻ നോക്കിയപ്പോൾ ആരുടെയോ വലയിൽ കുടുങ്ങി തിരിച്ച് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ എത്തി. അങ്ങനെ എവിടെ ഒഴിവാക്കാൻ ശ്രമിച്ചോ അപ്പോഴൊക്കെ അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ തുടങ്ങി. അതുപോലെ മാത്സിന്റെ വിഷയങ്ങൾ, മാത്തമാറ്റിക്സിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഡാറ്റയുടെ വിഷയങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറേയായി ശ്രമിക്കുന്നു. പക്ഷെ അവസാനം നമ്മൾക്ക് ഏറ്റവും സ്വപ്നതുല്യമായ അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നമായ നെറ്റ് JRF എത്തിയപ്പോൾ അവിടെയുമുണ്ട് വളരെ ഒരു മുഖ്യമായിട്ട് തന്നെ 10 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സ്. മീൻസ് മാത്തമാറ്റിക്കൽ റീസണിംഗ് നിന്ന് 5 ക്വസ്റ്റ്യനും ഡാറ്റയിൽ നിന്ന് 5 ക്വസ്റ്റ്യനും. അപ്പോൾ നമ്മൾ എത്ര മാത്സിനെ ഒഴിവാക്കാൻ നോക്കിയാലും മാത്സ് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും സ്കൂളിൽ നിന്ന് താല്പര്യമില്ലാതെ ഒഴിവാക്കിയ വിഷയമായിരിക്കാം, പക്ഷേ നമുക്ക് ഈ JRF കിട്ടണമെങ്കിൽ മാത്സും ലോജിക്കലും പഠിക്കണ്ടേ? അത് മുൻപൊക്കെ 2018 വരെയുള്ള ഒരു വർഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു 2 ടോപ്പിക് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അങ്ങനത്തെ സാഹചര്യം ആയിരുന്നു. ഇപ്പോ ഈ അവസാനത്തെ എക്സാം കറപ്പിക്കുന്ന എക്സാം അല്ലെങ്കിൽ ഓഫ്ലൈൻ എക്സാം ആയിരുന്നല്ലോ. ഓഫ്ലൈൻ എക്സാമിന് നമുക്കറിയാം എല്ലാവരുടെയും ഒരു പരാതി സമയം കിട്ടിയിട്ടില്ല എന്നായിരുന്നു. അതുപോലെയായിരുന്നു 2018 വരെയുള്ള എക്സാം. നമുക്ക് ഏതെങ്കിലും ഒരു 2 യൂണിറ്റുകൾ ഒഴിവാക്കിയാലും ബാക്കിയുള്ള 8 യൂണിറ്റ് നോക്കിയാൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. കാരണം ആർക്കും സമയം കിട്ടൂല. 1 മണിക്കൂറാണ് കറക്റ്റ് ഫസ്റ്റ് പേപ്പറിന് ഉണ്ടാകുക. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ ആൻസർ പേപ്പർ നമ്മളോട് വാങ്ങിയിട്ട് മറ്റൊരു ആൻസർ പേപ്പർ തരികയായിരുന്നു അന്ന് ചെയ്യലുണ്ടായിരുന്നത്. ഇന്നതല്ല. ഇന്ന് നമുക്ക് 3 മണിക്കൂർ ടോട്ടൽ തന്ന് ആ 3 മണിക്കൂറിൽ ഫസ്റ്റ് പേപ്പറോ സെക്കൻഡ് പേപ്പറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ എക്സാമുകളിൽ ഒരു യൂണിറ്റ് പോലും ഒഴിവാക്കാൻ നമുക്ക് അവസരമില്ല. 10 യൂണിറ്റിൽ 10 യൂണിറ്റും പഠിച്ച് അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയണം. അതിൽ 100% മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഡാറ്റയും ലോജിക്കലും പിന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും. അതിൽ നിന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് തുടക്കം മുതൽ ബേസിക് മാത്തമാറ്റിക്സ് അടങ്ങുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന എക്സാമുകളിൽ ഈ 3 ഏരിയയിൽ നിന്ന് തന്നെ 15 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ കഴിഞ്ഞാൽ 30 മാർക്ക് അവിടെ കിട്ടി. പിന്നെ നമുക്ക് മറ്റ് റീഡിംഗ് കോംപ്രഹെൻഷനും അതുപോലത്തെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഏരിയകളും കൂടി നമ്മളെ കയ്യിലെത്തിച്ചാൽ നമ്മുടെ സ്വപ്നം നെറ്റ് JRF എന്നുള്ള സ്വപ്നം എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ. അതിന് വേണ്ടത് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ആവേശത്തിലുള്ള തുടക്കമല്ല, ഈ ഒരു ആവേശത്തിലുള്ള തുടക്കത്തോടു കൂടെ എക്സാം വരെയുള്ള കണ്ടിന്യൂസ് സ്റ്റഡിയിങ് ആണ് വേണ്ടത്. അതിനുള്ള എല്ലാ പിന്തുണയും ഫോക്കസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് സജീവമായിട്ടുള്ള പഠനവും ആ ഒരു ഫോളോ ഉണ്ടായാൽ, നമ്മളോട് ഫോളോ ചെയ്താൽ ഇതിലുള്ള എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ കാണാം. ഓരോ ക്ലാസ്സും തുടങ്ങുമ്പോൾ ഓരോ പ്രതിസന്ധികൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ക്ലാസ്സിന്റെ ടൈമുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പല പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇന്നു മുതൽ ഇനി വെറും 40-ൽ താഴെ ദിവസങ്ങളായിരിക്കും നമുക്ക് എക്സാമിന് ഉണ്ടാവുക. കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ഏകദേശം ഒരു 40 ദിവസത്തിന്റെ അടുത്താണ് എക്സാമിന് ഉണ്ടാവുക. ഇന്നു മുതൽ നിങ്ങൾ നന്നായി ശ്രമിച്ചാൽ തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ഒരു
ടൈം നമുക്ക് മുന്നിലുണ്ട്. എല്ലാവരും നന്നായി ട്രൈ ചെയ്യാം. വരുന്ന നെറ്റ് JRFന്റെ റിസൾട്ട് വരുമ്പോൾ ഓരോരുത്തരും ഐ ക്വാളിഫൈഡ് നെറ്റ്, ഐ ക്വാളിഫൈഡ് JRF എന്ന് നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട റിസൾട്ട് നമ്മളെ അഡ്മിന്മാരെ അറിയിക്കും എന്ന് ഇപ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് പഠനം ഒരു പുതിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഇൻഷാ അല്ലാ. എന്റെ സംസാരം നിർത്തുകയാണ്. ഹായ്, അസ്സാം വലൈക്കും. ഗുഡ് ഈവനിങ് ടു ഓൾ. ഇനി കൂടുതലൊന്നും പറയാനുണ്ടെന്ന് തോന്നുന്നില്ല, നമുക്ക് അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ക്ലാസ് ക്രമീകരിച്ചിട്ടുള്ളത് വീക്കിലി 3 ക്ലാസ് ആയിട്ടാണ്. നമുക്കുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്കറിയാം: ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, അതേപോലെ ബേസിക് മാത്തമാറ്റിക്സ്. 4 സബ്ജക്റ്റുകളാണ്. വീക്കിലി 3 ക്ലാസ് ആയിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 6:30 ആണ് നിലവിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും അതേപോലെ ക്ലാസ്സുകളൊക്കെ മുമ്പേ ഗ്രൂപ്പിൽ അറിയിക്കും ഇൻഷാ അല്ലാ. ഏതായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ലീഡ് ചെയ്ത ഷാന മാം, അതേപോലെ നിങ്ങളോട് സംസാരിച്ച ഹാദിസ് സാറ്, സുദീൻ സാർ, അതേപോലെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചിട്ടുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ടു ഓൾ.